ഞങ്ങളുടെ 3rd ഡേ ഇൻ ടിബിലിസി, മൂന്നാമത്തെ ദിവസം. ഞങ്ങൾ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്ക് ഇത് അത്ര അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തോന്നില്ല കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബാൽക്കണി വ്യൂ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോകാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ മാറിയിട്ടുണ്ട്. ഇന്നലെ വന്ന ചേട്ടനല്ല, വേറെ ആളാണ് കേട്ടോ. സോ ചേട്ടനല്ല, ആക്ച്വലി അത് അനിയനാ. എൻ്റെ അനിയൻ്റെ പ്രായമുള്ളൂ, 24 വയസ്സുള്ളൂ. സോ ആ മറ്റേ ചേട്ടൻ എന്തോ ഒരു എമർജൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. സോ ലെറ്റ്സ് ഗോ. My name is Waho. 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 അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായ ട്രിനിറ്റി ചർച്ച് കണ്ട് വിസിറ്റ് ചെയ്തു. മെഴുകുതിരിയൊക്കെ കത്തിച്ചു. കുറച്ച് നേരം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഡ്രൈവർ പ്ലസ് ഗൈഡ് പുറത്തുനിന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആളുടെ പേരെന്താ പറഞ്ഞത്? മറന്നുപോയി. ഒരു പേരായിരുന്നു, അത് വായിക്കൊള്ളാത്തൊരു പേരാ. ആളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇശുക്കുട്ടിയുടെ ടൈഗർ കാക്കും പറഞ്ഞ് നടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഫ്രണ്ട് സീറ്റിൽ കയറിയതിന് ഇശുക്കുട്ടി നല്ല കരച്ചിലായിരുന്നു. കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചാണ് കയറിയത് ഫ്രണ്ട് സീറ്റിൽ. പക്ഷേ ആൾ ഭയങ്കര കരച്ചിലായതുകൊണ്ട് ഇനി എന്തായാലും ബാക്കിൽ തന്നെ കയറാം. അവൾ വെറുതെ കരയിക്കേണ്ട. പക്ഷെ ആൾ ഭയങ്കര ഹാപ്പിയാണ്. ആൾക്ക് ട്രാവലിംഗ് ഒക്കെ ഇഷ്ടമാണ്. ആകെ ഒരു ഇഷ്യൂ ഉള്ളത് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അത് മാത്രം ഒരു വിഷമം. കാരണം ആളങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊന്നും കഴിക്കണില്ല. അല്ലാണ്ട് അവൾ ഓക്കെ, ആൾ ഭയങ്കര ഹാപ്പിയാണ്. നടന്നോളും, ഇങ്ങനെ എൻജോയ് ചെയ്യും നന്നായിട്ട്. സോ This starting Rustaveli Street. This is popular place. നമ്മൾ അടുത്തത് ഇവിടെ ഒരു പാർക്കിൽ വന്നേക്കുവാണ്. മിറ്റ്സ്മിൻഡ പാർക്ക്, ടിബ്ലിസിയിലുള്ള പാർക്കിൽ വന്നേക്കുവാണ് ഇപ്പോൾ. മിറ്റ്സ്മിൻഡ പാർക്ക് എന്നാണ് പേര്. അപ്പം ഇവിടെ വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് നമുക്ക് അടിച്ചിട്ട് പോകണം. നോക്കാം ഇവിടെ എന്തൊക്കെയുള്ളത്. അങ്ങനെ കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുക. ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ഒരു വ്യൂവും പിന്നെ പാർക്ക് ക്ലോസ്ഡ് ആണ് ഓൾമോസ്റ്റ്. പ്രത്യേകിച്ചൊന്നും വർക്കിംഗ് അല്ലേ ഇവിടുന്ന്. സോ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് കാറിൻ്റെ അങ്ങോട്ട് പോവാം. ഇനി അടുത്ത സ്ഥലത്ത് പോവാം. പാർക്ക് ഫുൾ ക്ലോസ്ഡ് ആണ്. കുറച്ച് ഇന്ത്യൻസിനെ അവിടെ ഇവിടെയൊക്കെ കണ്ടു. മിക്കവരും ദുബായിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഇവിടെ ട്രിപ്പിന് വന്നേക്കുന്നത്. UAE റെസിഡൻസ് ആയതുകൊണ്ട് അവർക്ക് വിസ ഫ്രീ ആലോ. അതുകൊണ്ട് ഓൾമോസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇന്ത്യൻസ് ഒരുപാട് പേരുണ്ട് ഇവിടെ. UAE നിന്ന് വന്ന ഇന്ത്യൻസ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് ചിലപ്പോൾ കാശ് കൂടുതലായിരിക്കും എന്നൊരു ഡൗട്ടുണ്ട്. വെള്ളം, വിശക്കുട്ടിക്കുള്ള വെള്ളം ഞങ്ങൾ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കിതയ്ക്കുന്നു നടന്നിട്ട്. അപ്പം ഇനി ഞങ്ങൾക്കുള്ള വെള്ളം ഇവിടെ നിന്ന് എവിടെയെങ്കിലും വാങ്ങിക്കണം. കോഫിയും അതുപോലെ തന്നെ വെള്ളം വാങ്ങിച്ചു. അവിടെ കാറ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് കാറ് കണ്ടിട്ട് കാറ് വേണം. ആൾക്ക് കാറ്, ജീപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരു ചെറിയ കാറിന് 10 ലാറിയാണ് അവർ പറയുന്നത്. ഭയങ്കര ചെറുതാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് വാങ്ങിക്കാണ്ട് നമ്മൾ ഇറങ്ങുക. ഇനി വേറെ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാൻ നോക്കൂ. അപ്പോൾ കാർ എന്ന് പറഞ്ഞ് നടപ്പുണ്ട്. ഫുൾ നമ്മളിങ്ങനെ ടിബിലിസി കാണുകയാണ്. അപ്പോൾ ഇപ്പോൾ വന്നേക്കുന്നത് ചർച്ചാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഫൗണ്ടർ ഓഫ് ജോർജിയ, അതുപോലെ തന്നെ മദർ ഓഫ് ജോർജിയ ഇവിടെയൊക്കെ സ്റ്റാച്ചു ഉണ്ട്. പിന്നെ ഒരു കേബിൾ കാറൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് പീസ് ഓഫ് ബ്രിഡ്ജ് അതുണ്ട് ഇവിടെ. അപ്പം അവിടെയൊക്കെ പോകണം. അതൊക്കെ ഇവിടെ നിന്ന് തന്നെ പോകുന്നത്. അപ്പം നമ്മുടെ ഗൈഡ് പറഞ്ഞു ആദ്യം ചർച്ചിൽ പോയി കണ്ടിട്ട് വരാൻ, ബാക്കി സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട് പുള്ളിയും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നമ്മളിപ്പോൾ ചർച്ചിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണം. ഇഷിയക്കുട്ടി ഉറങ്ങിപ്പോയി. നല്ല ഉറക്കാണോ? ഇഷിയക്കുട്ടി ഉറങ്ങിപ്പോയപ്പോൾ ചർച്ചിൽ കയറട്ടെ. നമ്മൾ ചർച്ചിൽ കയറി ഇറങ്ങി. അപ്പോൾ ഫോട്ടോയും വീഡിയോയും ഒന്നും എടുത്തില്ല, കാരണം അതിലിങ്ങനെ ഇവിടെ എഴുതിയിട്ടുണ്ട് പ്രൊഹിബിറ്റഡ് എന്ന് പറഞ്ഞിട്ട്. സോ അതിൻ്റെ ഉള്ളിലുള്ളതൊന്നും നമ്മൾ എടുത്തില്ല. ജസ്റ്റ് ഒന്ന് കയറി കണ്ടു. യേശു ക്രിസ്തുവിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവാം. നമുക്കിനി അവിടെയൊക്കെ പോകാനുണ്ട്. ഈ കേബിൾ കാർ പോകുന്നതുണ്ടോ? നമുക്ക് കേബിൾ കാറിലൊക്കെ കയറണം. ഇവിടെ ഒരു ലേക്കൊക്കെ ഉണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ യാത്ര തുടരാം. കുറേ അമ്മാമ്മമാരുണ്ട് ഇങ്ങനെ ക്യാഷ് ചോദിക്കുന്ന. പാവം തോന്നും നമുക്ക് കാണുമ്പോഴത്തേക്കും. പോവാം. നമ്മുടെ ഡ്രൈവർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുതിരപ്പുറത്തിരിക്കുന്ന രാജാവ് ഷിയക്കുട്ടി കുതിര എന്ന് പറയുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ നമ്മൾ ഹെക്റ്റിക്കൊരു വർക്ക് എൻവയോൺമെൻറ്റിൽ നിന്ന് മാറി നല്ലൊരു റിലാക്സ് ചെയ്യാൻ ഒക്കെ ആയിട്ട് നല്ല രസമാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണിത്. മേ ബി എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ് എന്ന് പറയുന്നത് ഇതിനു മുമ്പ് കുറേ വീഡിയോസിൽ ഞാൻ പറയുമായിരിക്കും. കാരണം ഇന്നലെ പിന്നെ ഞാനൊക്കെ എടുത്ത വീഡിയോസ് എനിക്കിനി എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അതിലൊക്കെ എന്തായാലും ഞാൻ പറയേണ്ട ഒരു ഡയലോഗായിരിക്കും അത്. കാരണം ഇന്ത്യ UAE കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ജോർജിയ. കുറേ നാളായി ആഗ്രഹിക്കുന്നതാണ് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന്. ഫിനാൻഷ്യലി ആദ്യം കുറച്ച് ബുദ്ധിമുട്ട്, അങ്ങനെ നമ്മളൊന്ന് സെറ്റ് ആവണമല്ലോ. അത് കഴിഞ്ഞിട്ട് ശിവക്കുട്ടി ഉണ്ടായി. പിന്നെ അങ്ങനെ ഓരോരോ കാരണങ്ങൾ നീണ്ടു പോയി. പിന്നെ പിടിച്ച പിടിയാൽ ഇപ്പോഴാണ് ഞങ്ങൾ പോരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൗണ്ടർ ഓഫ് ജോർജിയ. ഇവിടെ ലേക്കൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ചർച്ചിൻ്റെ നേരെ താഴെയുള്ളൊരു ലേക്കാണ് കേട്ടോ ഇത്. സ്ഥലമാണ്. അതുപോലെ നല്ലൊരു ക്ലൈമറ്റാണ്. നല്ലൊരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. എന്നാൽ മാനേജബിൾ ആയിട്ടുള്ളൊരു തണുപ്പാണ്. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞു. ഫുഡ് കഴിക്കാൻ വലിയ വിശപ്പൊന്നും ആയിട്ടില്ല. ഇനി ഇവിടെയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കഴിക്കുക. ഞങ്ങളൊരു കോഫി ഇപ്പോൾ കുടിച്ചായിരുന്നല്ലോ, അതുകൊണ്ട് വലിയ വിശപ്പൊന്നുമില്ല. ഇപ്പോൾ ഇഷക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് ചോക്ലേറ്റ് നട്ട്സൊക്കെ കൊടുക്കുന്നുണ്ട്. മടിയാണ് ആൾക്ക് ഫുഡ് കഴിക്കാനായിട്ട്. പക്ഷെ വെള്ളം ഭയങ്കരമായിട്ട് കുടിക്കുന്നുണ്ട്. അത് നല്ലതാണ്. പക്ഷേ എങ്കിലും ഭക്ഷണം കഴിക്കാണ്ടിരിക്കണോണ്ടുള്ളൊരു വിഷമം ഉണ്ട്. പിന്നെ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം. കേബിൾ കാറിലൊക്കെ കയറണം. അതുപോലെ തന്നെ ഞാൻ കേബിൾ കാറിൽ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. നാട്ടിലാണെങ്കിലും ഞാൻ കേബിൾ കാറിലൊന്നും കയറിയിട്ടില്ല. സോ കേബിൾ കാറിലൊക്കെ കയറണം. ഇന്ന് ടിബിലിസി സിറ്റി ടൂറാണ്, വേറെ ഒന്നും നമ്മൾ പോകണില്ല. നാളത്തെ നമ്മുടെ പ്ലാൻ ഗോദാവരി പോകണം. അപ്പം അവിടെ ചെന്നിട്ട് എനിക്ക് 2-3 ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നടക്കുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ട്രൈ ചെയ്യണം. നമ്മൾ ട്രൈ ചെയ്യാത്തതുകൊണ്ട് നടക്കാതിരിക്കരുതല്ലോ. ഇത് കണ്ടോ, ഇവിടെ ഒരു ചേച്ചി ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നുണ്ട് സ്റ്റാൻഡിലിങ്ങനെ ക്ലോത്ത്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഈ ഡ്രൈവർ പറഞ്ഞത് എന്തെങ്കിലും മാരേജ് ഫങ്ഷൻ ഉണ്ടാവും, അപ്പോൾ അതിന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. സോ അപ്പോൾ ഞാൻ ഇവിടെ വന്ന എല്ലാ സ്ഥലങ്ങളിലും മാരേജ് ഫങ്ഷനുള്ള എന്താ പറയുക ഹോൾ അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിച്ചു, ഇവിടെ എല്ലായിടത്തും ഇതിനുള്ള ഇപ്പം നമ്മൾ മുമ്പ് പോയ പാർക്കിലും ഇതുപോലെ തന്നെ മാരേജ് ഹോളുണ്ട്. ഇതിന് നമ്മൾ കുത്തൈസിയിൽ പോയ സ്ഥലത്തും ഇങ്ങനെ മാരേജിൻ്റെ ഫങ്ഷന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ എല്ലായിടത്തും ഉണ്ടോയെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ചെറിയൊരു ഫങ്ഷൻ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലായിടത്തും ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. എനിക്ക് തോന്നുന്നു നടന്നാ പോകുന്നേ. ഷിയക്കുട്ടി നടപ്പുണ്ട്. ഇനി വാക്കിംഗ് ആണ്. ഇന്നത്തെ ദിവസം വാക്കിംഗ് ആയിരിക്കും എന്ന് നമ്മുടെ ഇന്നലെയൊക്കെ നമ്മൾ ഡ്രോപ്പ് ചെയ്ത ഗൈഡില്ലേ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് മൊത്തം വാക്കിംഗ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. നോക്കാം എന്തായാലും. ഇവിടെ ഒരുപാട് ക്രിസ്മസ് ട്രീസ് ഉണ്ട് കേട്ടോ. എല്ലായിടത്തും ഈ ട്രീയാണ് ഉള്ളത്.
ഒരെണ്ണം പറിച്ചുകൊണ്ട് പോയാൽ കൊള്ളാമെന്നുണ്ട്. നല്ല രസമില്ലേ കാണാനായിട്ട്? ഒന്നുണ്ടാണ് ചേട്ടാ? ചെറുതായിട്ട് ശിവക്കുട്ടിക്ക് വിശക്കണുണ്ടോ? വഴി മാറിപ്പോയി. അവർക്ക് നടക്കണം ഒരു കണക്കിന്. അത് നല്ലതാണ്. എങ്കിലും ചില സ്ഥലങ്ങളിൽ നമുക്ക് അവളെ എടുക്കുന്നതായിരിക്കും കൂടുതൽ കംഫർട്ടബിള്. പക്ഷെ ആള് സമ്മതിക്കില്ല. നമ്മളിപ്പോൾ പോണത് കേബിൾ കാറിൽ കയറാനാണെന്ന് തോന്നുന്നു. കേബിൾ കാറിൽ കയറിയിട്ട് ആണ് നമുക്ക് മദർ ഓഫ് ജോർജിയയുടെ സ്റ്റാച്ചുവിൻ്റെ അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. Iron tree. അയൺ ട്രീ നമ്മുടെ ഇരുമ്പ് വെച്ചുണ്ടാക്കിയേക്കുന്ന ഒരു മരത്തിൻ്റെ സ്റ്റാച്ചു പോലെ. മരത്തിൻ്റെ സ്റ്റാച്ചു അല്ലല്ലോ, മരത്തിൻ്റെ ഒരു സംഭവം, മരം പോലെ ഉണ്ടാക്കി വെച്ചേക്കണം ഇരുമ്പ് വെച്ചിട്ട്. ആദ്യം ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടാട്ടോ പോകുന്നത്. പീസ് ഓഫ് ബ്രിഡ്ജ് അങ്ങനെയല്ലേ? പീസ് ഓഫ് ബ്രിഡ്ജിലാണ് പോകുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന വഴി നമുക്ക് കേബിൾ കാറിൽ കയറാമെന്നാണ് ഇപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞേക്കുന്നത്. നമുക്ക് അതുപോലെ ചെയ്യാം. നമ്മൾ അനുസരണമുള്ള കുട്ടികളല്ലേ? നമ്മൾ അനുസരണമുള്ള കുട്ടികളാണ്. ഗൈഡ് പറയണ പോലെ ചെയ്യും. അപ്പോൾ നമ്മളിപ്പം പീസ് ഓഫ് ബ്രിഡ്ജിൽ കയറാൻ പോവാം. മയില് മങ്കി ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ ഒക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അതൊക്കെ ക്യാഷ് അറിയില്ല, ചോദിച്ചില്ല. ഇവിടെ ഒരുപാട് അങ്ങനത്തെ മയിലിനെയൊക്കെ പിടിച്ച് കുറേ പേര് നിൽപ്പുണ്ട്. മങ്കീനെയൊക്കെ പിടിച്ച് നമുക്ക് അവരുടെയൊക്കെ കൂടെ ഇന്ന് ഫോട്ടോ എടുക്കാൻ വേണമെങ്കിൽ. ഇത് കണ്ടോ? No. It's okay. നോക്കിക്കേ, നല്ല രസമല്ലേ കാണാനായിട്ട്? Okay. Then we will go back. നമ്മൾ ഇവിടുന്ന് തിരിച്ച് പോവാണ്. ഇനി കേബിൾ കാറിൽ കയറണം. സോ തിരിച്ചു പോകും. നല്ല ഗൈഡാണ് കേട്ടോ. അത് ബാഗൊക്കെ ആ പുള്ളിയെ പിടിച്ചേക്കുന്നത്. എൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ട് മങ്കീനെയും തലയിൽ വെച്ചുകൊണ്ട് ആൾക്കാർ പോകുന്നുണ്ടോ? പാവം തോന്നണം. സോ നമ്മളിവിടെ ടിക്കറ്റ് എടുത്തു. 9.50 ആണ് കേട്ടോ 3 പേർക്കായത്. ഒരു കാർഡാണിത്. ഈ കാർഡ് നമുക്ക് മെട്രോയ്ക്കും ഒക്കെ യൂസ് ചെയ്യാമെന്നാണ് പുള്ളി പറയണത്. ഒരു കാർഡ് കിട്ടി നമുക്കിനി മെട്രോയിലൊക്കെ പോകണമെങ്കിൽ ആ കാർഡ് വെച്ചിട്ട് റീചാർജ് ചെയ്തിട്ട് പോവാം. നമ്മുടെ ദുബായിലൊക്കെ ബസ് കാർഡ് ഉണ്ടല്ലോ, അതുപോലെ എന്തെങ്കിലും സംഭവമായിരിക്കും. ലാറി വെച്ചിട്ടാണ് ഇതിൻ്റെ ടിക്കറ്റ് ഫീസ് വരുന്നത് കേട്ടോ. നമ്മൾ 3 പേർക്കും കൂടി 9 ലാറിയായി. ഇങ്ങനെയാണ് നമ്മുടെ കേബിൾ കാറിലൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ജോർജിയയുടെ വ്യൂ. That is a 5-star hotel you said before. Yes. And this golden monument, this is Freedom Square. This golden statue. Yes. And we was there also. That's what ഈ കാണുന്നതാണ് പ്രസിഡന്റിന്റെ ഹൗസ് എന്നാ പറയുന്നത്. ഒരു ഗ്ലാസിന്റെ ഒരു മുട്ട പോലത്തെ സാധനം കണ്ടോ? The front side is look like White House. Yes. The pillars and it's like it is like they have beautiful view. yeah. പിന്നെ ആ മഷ്റൂം പോലെ ഇരിക്കുന്നതാണ്. Yes. മഷ്റൂം പോലെ ഇരിക്കുന്നതാണ് ഇവിടുത്തെ നമ്മുടെ പാസ്പോർട്ടൊക്കെ ഇഷ്യൂ ചെയ്യുന്ന ഗവൺമെന്റ് ഓഫീസാണെന്നാ പറഞ്ഞേ. Middle side of Tbilisi. So this one is a new Tbilisi or old Tbilisi? Old Tbilisi. Yes. Old We Tbilisi. come by car. Okay, ഇതാണ് old Tbilisi. We will go by walk also. New. ഷിയക്കുട്ടിക്ക് അവിടെ ഒരു ടോ ഇരിക്കാനായിട്ട് ആൾക്ക് വേണം. അതിന് നമ്മുടെ ഗൈഡ് പറഞ്ഞായിരുന്നു ഇവിടെ കുറച്ച് എക്സ്പെൻസീവാണ് സാധനങ്ങൾ. നാളെ ഗോദാവരിക്ക് പോകുമ്പോഴോ
അല്ലെങ്കിൽ വേറെ നാളത്തെ കഴിഞ്ഞ് നമ്മൾ വേറെ എവിടെയോ പോകുന്നുണ്ട്. സോ അവിടെ സ്ട്രീറ്റ് ഷോപ്പിംഗ് കുറച്ചുകൂടി കുറവായിരിക്കും എന്നാണ് പറഞ്ഞേ. ഇതാണ് മദർ ഓഫ് ജോർജിയ. Mother of Kartli. മദർ ഓഫ് Kartli. കാർത്തലേൻ. is old name Georgia. ഓക്കെ, കാർത്തലേൻ. Yes, Kartli. കാർത്തൽ. Yes. Look, right hand have sword and left hand have glass with wine. So this glass is who comes Georgia friendly. So sword is who comes like enemy. ഓക്കെ. പുള്ളി താഴ്ത്തി And after that, after Narikana Furnas, went to see. And they looking loud. ഞങ്ങളും കണ്ടെന്നാണ് പറയണേ, തിബിലിസി ടൗൺ ടൂറിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഇനി ഇപ്പം മണി 3 അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇനി എന്തെങ്കിലും ചെയ്യാമെന്നാണ് പറയണേ. അപ്പോൾ ഇവിടെ എന്തോ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അറിയാം. അപ്പോൾ അവിടെ അങ്ങ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിട്ടാണ് പോണത്. ഇന്ന് ഇന്ത്യൻ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ മിനിങ്ങാന്നൊക്കെ ഞങ്ങൾ ജോർജിയൻ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഫുഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചത്. 2 ദിവസം അതായപ്പോഴത്തേക്കും ഇന്ത്യൻ കഴിക്കാമെന്നുള്ളൊരു മോഹം. അപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി തീരുമാനിക്കാം. പുള്ളി പറയുന്നുണ്ട് നാളെ നമുക്ക് കുറച്ചധികം ട്രാവൽ ചെയ്യാനുണ്ട്, ഗുദൗരിയിലൊക്കെ പോകണമുണ്ട്, അധികം ട്രാവൽ ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഇഷ്ടം പോലെ തീരുമാനിക്കാം. ഒന്നില്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോയിട്ട് റെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വേറെ എവിടെയെങ്കിലും പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. ജാക്കറ്റൊക്കെ ഊരി നല്ല ചൂടുണ്ട് അകത്ത് കയറുമ്പോഴത്തേക്കും. സോ ജാക്കറ്റ് ഊരി വെച്ചേക്കാണ്. ഇനി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡ് കഴിക്കണം. ഓർഡർ ചെയ്യട്ടെ. അങ്ങനെ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങളിനി നേരെ പോകുന്നത് നമ്മുടെ ഹോട്ടലിലേക്കാണ്. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം, രാത്രി ഫുഡൊക്കെ കഴിച്ച് കിടക്കണം.